Hello my dear students, welcome to my new video. Today's topic is based on how to locate the tetrahedral and octahedral voids in FCC unit cell. വളരെ ഈസി ആയിട്ട് എങ്ങനെ ഒരു FCC യൂണിറ്റ് സെല്ലില് ഒക്ടാഹീഡ്രൽ വോയിഡും ടെട്രാഹീഡ്രൽ വോയിഡും കണ്ടുപിടിക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്റെ പാർട്ട് 5 വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഒക്ടാഹീഡ്രൽ വോയിഡ് എന്നും എന്താണ് ടെട്രാഹീഡ്രൽ വോയിഡ് എന്നും എങ്ങനെയാണ് ഈ വോയിഡ് ഉണ്ടാവുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കാണുക. ഞാൻ അതിന്റെ ലിങ്ക് എന്തായിരുന്നാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ദാ എല്ലാവരും ഈ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് ശ്രദ്ധിക്കുക. ഇതൊരു FCC യൂണിറ്റ് സെല്ലാണ് കേട്ടോ. FCC യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത എന്താ? We can see the particles at 8 corners and also the particles at the 6 face centers. How many constituent particles are present per unit cell of FCC? ഓർമ്മയുണ്ടോ? Z value കണ്ടുപിടിച്ചത്? We know that for FCC unit cell the Z value is 4. Okay. അതുപോലെ തന്നെ വേറൊരു കാര്യം പഠിപ്പിച്ചു തന്നതാണ്. If there are n particles, there will be n octahedral voids and 2n tetrahedral voids. And we know that for FCC lattice, Z is equal to 4. So there will be 4 octahedral voids and 8 tetrahedral voids. The number of tetrahedral voids is equal to 8. കാരണം എത്രയാണോ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഉള്ളത് അതിന്റെ ഡബിൾ ആയിരിക്കും ടെട്രാഹീഡ്രൽ വോയിഡ്സ്. And the number of octahedral voids is equal to 4. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന്റെ എണ്ണം അതിന് തന്നെ ഈക്വൽ ആയിട്ടായിരിക്കും ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ഉണ്ടായിരിക്കുക. എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് നമ്മളുടെ ടോപ്പിക് ലൊക്കേറ്റിംഗ് ദി ടെട്രാഹീഡ്രൽ ആൻഡ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ഇൻ FCC യൂണിറ്റ് സെൽ. ഒരു ടെട്രാഹീഡ്രൽ വോയിഡ് എങ്ങനെയാണ് ഒരു FCC യൂണിറ്റ് സെല്ല് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു തരട്ടെ. ഇതാ നോക്കൂ, ഇത് ഒരു കോർണർ ആറ്റം. ഈ ബ്ലൂ കളറിൽ കാണുന്ന ഈ 3 എണ്ണത്തിനെ മാത്രം ശ്രദ്ധിക്കൂ കേട്ടോ. 1, 2, 3. ഈ 3 എണ്ണത്തിന്റെയും ഉള്ളിലായിട്ടാണ് ഈ ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇതിന്റെ ഈ 3 എണ്ണം കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കുലർ വോയിഡ് കിട്ടും. അതിന്റെ മേലെയാണ് ഈ ഒരു സ്ഫിയർ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പൊ അത് എന്തായിട്ട് മാറും? ഒരു ടെട്രാഹീഡ്രൽ വോയിഡ് ആയിട്ട് മാറും. ഒരു കോർണർ ആറ്റത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ടെട്രാഹീഡ്രൽ വോയിഡ് ആണ്. ഇനി ഇത് നോക്കൂ, ഈ കോർണർ ആറ്റം ശ്രദ്ധിക്കൂ. ഇവിടെ ഈ 3 ആറ്റംസും ഫേസ് സെന്ററിൽ ഇരിക്കുന്നതും ഇതേപോലെ തന്നെ ഒരു ടെട്രാഹീഡ്രൽ വോയിഡിനെ കൊടുക്കില്ലേ? ഒരു FCC യൂണിറ്റ് സെല്ലിൽ എത്ര കോർണർ ആറ്റംസ് ഉണ്ട്? 8 എണ്ണം ഉണ്ട് അല്ലെ? അതുകൊണ്ട് 8 ടെട്രാഹീഡ്രൽ വോയിഡുകൾ ഈ ഒരു യൂണിറ്റ് സെല്ലിൽ ഉണ്ടായിരിക്കും. ഒരു ടെട്രാഹീഡ്രൻ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇതുപോലെയാണ്. ഇത് നോക്കൂ, ഇതാണ് വോയിഡ്. ഇത് വോയിഡ് ആണെന്ന് കരുതൂ. ഈ ബ്ലാക്ക് കളറിലുള്ളത് വോയിഡ് ആണ്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് 4 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഫിയേഴ്സിന്റെ സെന്റേഴ്സ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ ടെട്രാഹീഡ്രൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ഇവിടെ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇത് ഫേസ് സെന്ററിൽ ഇരിക്കുന്ന 3, ഇതിനെ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ ഒക്കെ ആറ്റംസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് സെന്ററിലുള്ള ഒരു ആറ്റം ആണ്. ഇത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു ടെട്രാഹീഡ്രൻ ഷേപ്പ് ആണ്. അതായത് ഇതുപോലെ നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? അപ്പൊ ഇതൊരു ടെട്രാഹീഡ്രൻ ആയി. അതുപോലെ ഓരോ കോർണർ ആറ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെട്രാഹീഡ്രൻ. ഇങ്ങനെ ഓരോ കോർണർ ആറ്റത്തിലും നമുക്ക് ഇതുപോലെ തിരിച്ച് ചെയ്തു കഴിഞ്ഞാൽ 8 കോർണർ ആറ്റത്തിലുള്ള ടെട്രാഹീഡ്രൽ വോയിഡുകളെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ടെട്രാഹീഡ്രൽ വോയിഡിനെ കുറിച്ച് മനസ്സിലായില്ലേ? FCC യൂണിറ്റ് സെല്ലില് there are 8 ടെട്രാഹീഡ്രൽ വോയിഡ്സ്. ഇനി ഒക്ടാഹീഡ്രൽ വോയിഡ്സ് എത്ര ഉണ്ടെന്ന് നോക്കാം. അതിനും നമുക്ക് ഈ ഒരു യൂണിറ്റ് സെല്ല് തന്നെ മതി. ഇതിലേക്ക് ശ്രദ്ധിക്കുക. ഈ ഒരു സെക്ഷൻ നോക്കൂ. ഈ ബ്ലൂ കളറിലുള്ള ആറ്റംസ് മാത്രം നോക്കുക. ഈ 4 എണ്ണം ഒരേ പ്ലെയിനിൽ കിടക്കുകയാണ് അല്ലെ? ഓൾ ദീസ് 4 കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ലൈ ഇൻ 1 പ്ലെയിൻ. ഇനി മുകളിലേക്കും താഴേക്കും നോക്കൂ.
ഇവിടെ മുകളില് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഉണ്ട്, താഴെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഉണ്ട്. ഇതിന്റെ സെന്റേഴ്സ് തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു ഒക്ടാഹീഡ്രൺ കിട്ടും അല്ലെ? ഇതിന്റെ എല്ലാം കൂടി ജോയിൻ ചെയ്ത് വരുമ്പോ ഇതിന്റെ ഇന്നർ പാർട്ടില് നമുക്കൊരു വോയിഡിനെ കാണാം. അതായത് ഇതൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളില് ഒരു വോയിഡിനെ കാണാം. ഇറ്റ് ഈസ് ഇൻ ദ സെന്റർ, ഇറ്റ് ഈസ് ഇൻ ദ ബോഡി സെന്റർ. ദാറ്റ് മീൻസ് an octahedral void can be seen at the body center. അപ്പൊ നമുക്ക് ഒരു ഒക്ടാഹീഡ്രൽ വോയിഡ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി എത്ര എണ്ണം ഉണ്ടെന്നാ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? 4 എണ്ണം ഉണ്ട്. ഇപ്പൊ ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? ഇനി 3 എണ്ണത്തിനെ കൂടി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനുണ്ട്. അതിനും വഴിയുണ്ട്. അതെങ്ങനെയാ? നോക്കൂ, ഈ ഒരു ഭാഗം ശ്രദ്ധിക്കൂ കേട്ടോ. ഇതൊരു ഫേസ് ആണ്, ഇത് മറ്റൊരു ഫേസ് ആണ്, ഇത് മൊത്തം ഒരു യൂണിറ്റ് സെല്ലാണ്. ഓക്കെ, ഇനി ഇതേപോലെ ഒട്ടനവധി യൂണിറ്റ് സെല്ലുകൾ ചേരുമ്പോഴാണ് ഒരു ലാറ്റിസ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്യുമ്പോ ഈ യൂണിറ്റ് സെല്ലിന്റേത് പോലെ അപ്പുറത്തും ഇതേപോലെ ഫേസ് സെന്ററിൽ ആറ്റംസ് ഉണ്ടാവില്ലേ? ഇത് ഇവിടെ ഷെയറിങ് നടക്കും. അപ്പൊ ഇങ്ങനെ ഷെയറിങ് നടക്കുമ്പോ ഇവിടെ നമുക്ക് 2 കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളും ഇതേപോലെയുള്ള 2 കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസും അടുത്തടുത്ത് വരും. ആൻഡ് ലുക്ക്, ഇത് മുകളിലും ഇത് താഴെയായിട്ടും വരും. ഇങ്ങനെ മുകളിലും താഴെയായിട്ട് വരുമ്പോ ഇതിന് എന്ത് ഷേപ്പാ വരിക? ഒരു ഒക്ടാഹീഡ്രൽ ഷേപ്പ് വരും. ഒക്ടാഹീഡ്രൽ ഷേപ്പ് എങ്ങനെയാന്നുള്ളത് അറിയില്ലേ? ഇതാ നോക്കൂ, അതുപോലെ ഇരിക്കും. 4 കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഒരു പ്ലെയിനിലും ബാക്കിയുള്ള 2 കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെയായിട്ടും വരും. ഇതിന്റെ ഉള്ളിലാണ് ഈ ഒക്ടാഹീഡ്രൽ വോയിഡ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒക്ടാഹീഡ്രൽ വോയിഡ് ഇരിക്കുന്നത് ഇതിന്റെ എഡ്ജ് സെന്ററിലായിട്ടാണ്. ഇത് നോക്കൂ, ഇതാണ് നമ്മുടെ കോർണർ ആറ്റംസ്. ഇതിന്റെ ഇടയിലുള്ള ഈ സ്പേസ് ആണ് ഇവിടുത്തെ എഡ്ജ് സെന്റർ അല്ലേ? ഈ വോയിഡിനെ കാണാൻ പറ്റുന്നത് ഈ എഡ്ജ് സെന്ററിലാണ്. ഈ എഡ്ജ് സെന്ററിൽ ഇരിക്കുന്ന ഈ ഒക്ടാഹീഡ്രൽ വോയിഡ് ഈസ് ഗെറ്റ് ഷെയർഡ് വിത്ത് 4 അതർ യൂണിറ്റ് സെൽ ഇൻക്ലൂഡിംഗ് ദിസ്. അപ്പോ 4 യൂണിറ്റ് സെല്ലായിട്ട് ഷെയർ ചെയ്യുമ്പോ ഈ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് കിട്ടുന്ന ഒക്ടാഹീഡ്രലിന്റെ പോർഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി 1/4. അങ്ങനെ ഒരു ക്യൂബില് എത്ര എഡ്ജസ് ഉണ്ട്? 12 എഡ്ജസ് ഉണ്ട് അല്ലെ? അപ്പൊ ഇതുപോലെ തന്നെ ഈ 12 എഡ്ജസിലും 1/4 പോർഷൻ ആയിരിക്കും ഒക്ടാഹീഡ്രൽ വോയിഡ് ആയിട്ട് കിട്ടുക. അങ്ങനെയാണെങ്കിൽ മൊത്തം ഈ ഒരു യൂണിറ്റ് സെല്ലില് ഈ എഡ്ജ് സെന്റേഴ്സിലുള്ള ഒരു ഒക്ടാഹീഡ്രൽ വോയിഡ് എത്ര എണ്ണം ഉണ്ടായിരിക്കും? നമുക്ക് നോക്കാം. ഈച്ച് വോയിഡ് അറ്റ് ദ എഡ്ജ് സെന്റർ ഈസ് ഷെയർഡ് ടു 4 യൂണിറ്റ് സെൽസ്. ഹെൻസ് ദ കോൺട്രിബ്യൂഷൻ ടു 1 യൂണിറ്റ് സെൽ ഈസ് ഓൺലി 1/4. Therefore, total voids will be 12 into 1/4 and that is equal to 3. അപ്പോ ഒരു FCC യൂണിറ്റ് സെല്ലില് ഒക്ടാഹീഡ്രൽ വോയിഡ്സ് വിച്ച് ആർ പ്രസന്റ് അറ്റ് ദി എഡ്ജ് സെന്റേഴ്സ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ഇപ്പൊ എത്ര കിട്ടി? 1 at the body center and 3 at the edge centers. Total there are 4 octahedral voids. ഓക്കെ, ഈ ഒരു ഫിഗർ ഞാൻ കാണിച്ചിട്ടുള്ളത് ഈ 4 കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, എല്ലാ ഫേസ് സെന്റേഴ്സിലുള്ള 4 കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആണ് കേട്ടോ. ഇതൊരു ഫേസ് സെന്റർ ആറ്റം ആണ്, ഇതൊരു ഫേസ് സെന്റർ ആറ്റം ആണ്, ഇത് അതുപോലെ തന്നെ നമ്മളെ ഫേസ് ചെയ്യുന്നതും അതിന്റെ ബാക്കിലുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഒരു ഒക്ടാഹീഡ്രൻ. ഇത് എഡ്ജ് സെന്ററിൽ വരുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞത്, അതായത് ഈ 2 എണ്ണം നമ്മളുടെ ഇവിടെ കാണുന്ന ഒരു യൂണിറ്റ് സെല്ലിലുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആണ്. ഈ 2 എണ്ണം തൊട്ടടുത്ത യൂണിറ്റ് സെല്ലുകളിൽ വരുന്ന ഇതുപോലെയുള്ള, ഇവിടെ ഒരു യൂണിറ്റ് സെല്ല് വരും, ഇവിടെ ഒരു യൂണിറ്റ് സെല്ല് വരും. അപ്പോ ഈ 2 യൂണിറ്റ് സെല്ലുകളുടെയും കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിനെയാണ് കാണിച്ചിട്ടുള്ളത്. ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒക്ടാഹീഡ്രൻ ഷേപ്പ് ആണ് കിട്ടുന്നത്. മുകളിൽ ഒരെണ്ണം, താഴെ ഒരെണ്ണം ഉണ്ട്. എല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഒക്ടാഹീഡ്രൻ ഷേപ്പ് കിട്ടും. ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഇൻ FCC യൂണിറ്റ് സെൽ we can see 4 octahedral voids, 1 at the body center and 3 others at the edge centers. Total in HCP or CCP lattice, how many
voids are there? How many voids are there? അപ്പോ എന്ത് ചെയ്യണം? We have to add both the tetrahedral void and octahedral void. That means 8 plus 4. That is equal to 12. ഒക്ടാഹീഡ്രൽ വോയിഡും ടെട്രാഹീഡ്രൽ വോയിഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഒക്ടാഹീഡ്രൽ വോയിഡിനെയും ടെട്രാഹീഡ്രൽ വോയിഡിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ ടു എലിമെന്റ്സ് X and Y. Atoms of element Y as anions make CCP and those of element X as cations occupy all the octahedral voids. What is the formula of the compound? ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് ഒരു കുട്ടി ചെയ്യേണ്ടത് എന്താ? ആ ക്വസ്റ്റ്യൻ നല്ല പോലെ ഒന്ന് വായിക്കുക. വായിച്ചിട്ട് അതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് നോക്കുക. ഇവിടെ എന്താ പറയുന്നത്? എക്സും വൈയും എന്ന് പറഞ്ഞ രണ്ട് എലമെന്റ്സ് ഉപയോഗിച്ച് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതില് വൈ എന്ന് പറയുന്നത് ആനയോൺ ആണ്, ആൻഡ് ഇറ്റ് മേക്സ് എ CCP അറേഞ്ച്മെന്റ്. ആൻഡ് ദോസ് ഓഫ് എലമെന്റ് എക്സ് അത് കാറ്റയോൺ ആണ്, ആൻഡ് ദാറ്റ് ഒക്യുപ്പൈ ഓൾ ദി ഒക്ടാഹീഡ്രൽ വോയിഡ്സ്. എല്ലാ ഒക്ടാഹീഡ്രൽ വോയിഡ്സിലും എക്സ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. വൈക്ക് ഒരു CCP അറേഞ്ച്മെന്റ് ആണ്. ഇതിലാണ് നമ്മളുടെ ക്ലൂ ഇരിക്കുന്നത്. ഈ ഒരു പ്രോബ്ലം ചെയ്യാനുള്ള ക്ലൂസ് എന്ന് പറയുന്നത്, ഈ പ്രോബ്ലം ചെയ്യാനുള്ള ഹിന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് CCP സ്ട്രക്ചർ ആണെന്ന് പറയുന്നതും മറ്റൊന്ന് ഇവിടെ എക്സ് ഒക്യുപ്പൈ ചെയ്യുന്നത് എല്ലാ ഒക്ടാഹീഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നതുമാണ്. നമുക്ക് നോക്കാം. ഞാൻ പറയുന്ന ഓരോ സ്റ്റെപ്സും വളരെ കൃത്യതയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ കേട്ടോ. നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തണ്ടേ? ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് വൈ ആറ്റംസ്. നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് ഇതിനൊരു CCP അറേഞ്ച്മെന്റ് ആണെന്ന്. അപ്പൊ നമ്മൾ പറയാണ് the number of y atoms in CCP lattice be n ആണെന്ന് കരുതുക. ഇനി എന്താ പറയുന്നത്? The number of octahedral voids is equal to the number of atoms in CCP lattice. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, if there are n atoms there will be n octahedral voids. അതുകൊണ്ട് തന്നെ ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ആദ്യം എത്ര ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ഇതില് എക്സ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത് n ആണ്. Because it is equal to the number of atoms in CCP lattice and that is equal to n. So, the number of octahedral voids will also be equal to n. Here, all the octahedral voids are occupied by x. Question ഉണ്ട് അല്ലേ? x occupy all the octahedral voids. അതുകൊണ്ട് തന്നെ number of x atoms കണ്ടുപിടിക്കാൻ ഈസി ആയില്ലേ? That will also be equal to n. കാരണം octahedral voids n ആണ്. അത്രയ്ക്ക് തന്നെ x atoms ഉണ്ടാവും. Now you have to find out the ratio between these two elements x and y. The ratio of x is to y is equal to n is to n. ഇതൊരു n ആണ്, ഇതാണ് y ആറ്റംസ്, ഇതാണ് x ആറ്റംസ്. എഴുതുമ്പോ ശ്രദ്ധിക്കുക, കാറ്റയോൺ ആദ്യം എഴുതുക. ഇതാണ് കാറ്റയോൺ, x ആണ്, y എഴുതരുത് കേട്ടോ. x is to y. x എന്ന് പറയുന്നത് n ആണ്, y എന്ന് പറയുന്നതും n ആണ്. അപ്പൊ നമുക്കൊരു റേഷ്യോ 1:1 എന്ന് പറഞ്ഞ് കിട്ടി. അതിന്റെ അർത്ഥം എന്താ? ഒരു x ആണുള്ളത്, ഒരു y ആണുള്ളത്. സോ ദ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഈസ് XY. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ ഈസി അല്ലേ ചെയ്യാനായിട്ട്? ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. Atoms of element B form HCP lattice and those of element A occupy 2/3 of tetrahedral voids. What is the formula of the compound? ഇത് എങ്ങനെയാ ചെയ്യുക? ഇവിടെ പറയുന്നത് എന്താ? Atoms of element B ക്ക് HCP lattice ആണ്. A occupy the 2/3 of tetrahedral voids. അപ്പോ ഉള്ള ടെട്രാഹീഡ്രൽ വോയിഡുകളുടെ 2/3 ഭാഗവും A occupy ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ആദ്യം അറിയണം എത്ര ടെട്രാഹീഡ്രൽ വോയിഡ്സ് ഉണ്ട് എന്നുള്ളത്. നമുക്ക് നോക്കാം. Let the number of B atoms in HCP lattice is equal to n. നമ്മൾ n എന്ന് കൊടുത്തു. ഇനി the number of tetrahedral voids എന്ന് പറയുന്നത് 2n ആണ്.
അങ്ങനെ കിട്ടി. If there are n constituent particles, there will be 2n tetrahedral voids. Double the number of tetrahedral voids. Therefore, number of A atoms is equal to 2n into 2 by 3. That is equal to 4 by 3n. ഇനി നമ്മൾ എന്താ ചെയ്യണേ? We have to find out the ratio between these two. ഇവിടെ ആനയോണെന്നും കാറ്റിയോണെന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇതില് എയിലും ബിയിലും ഏത് ആദ്യം വരുന്നത് നോക്കുക. അപ്പൊ എ ആണ് ആദ്യം വരുന്നത് അല്ലെ? അപ്പൊ A is to B യുടെ റേഷ്യോ കൊടുക്കുക. റേഷ്യോ ഓഫ് A is to B is equal to A എന്താ കിട്ടിയത്? 4 by 3n is to B എന്താ കിട്ടിയത്? n. That is equal to 4n is to 3n. That is 4 is to 3. Formula of the compound is A4B3. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, എന്നിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. In a solid, oxide ions are arranged in CCP. Cations A occupy 1/6 of the tetrahedral voids and cations B occupy 1/3 of octahedral voids. What is the formula of the compound? ഇതുവരെ പഠിച്ച മെത്തേഡ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. Let the number of oxide ions in CCP arrangement be n. നമ്മൾ കൊടുക്കുന്നു n ആണെന്ന്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? A occupy 1/6 of the tetrahedral voids അല്ലേ? അപ്പോ നമ്മുടെ നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സ് എത്ര ഉണ്ടാവും? നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സ് is equal to 2n. Therefore, number of A atoms is equal to 2n tetrahedral voids ഉണ്ട്. അതിന്റെ 1/6 പോർഷൻ അത് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ 2n into 1/6 that is 1/3n. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. നമുക്ക് നമ്പർ ഓഫ് A atoms is equal to 2n into 1/6 എന്ന് ഡയറക്റ്റ് കൊടുക്കാം. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? B atoms. അതിന് നമുക്ക് എത്ര ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ഉണ്ട് എന്ന് അറിയണം അല്ലേ? നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ് is equal to എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയ്ക്ക് തന്നെ ഈക്വൽ ആയിട്ട് ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. Therefore, number of B atoms is equal to B atoms എന്താ പറയണത്? 1/3 of octahedral voids. B cations ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളത് ഇവിടെ ആറ്റംസ് എന്ന് കൊടുക്കണ്ട, A cations എന്ന് കൊടുക്കാം. ഇവിടെ B cations എന്ന് കൊടുക്കാം. കാരണം ക്വസ്റ്റ്യനില് കാറ്റയോൺ എന്ന് തന്നതുകൊണ്ടാണ് കേട്ടോ. നമ്പർ ഓഫ് B cations is equal to n into 1/3. That is equal to 1/3n. Then find out the ratio between is equal to എന്തൊക്കെ കിട്ടി? A എന്ന് പറയുന്നത് എന്താ? 1/3n is 2. B is 1/3n is 2n. That is 1 is to 1 is to 3. So the formula of the compound is AbO3. കഴിഞ്ഞു. ക്ലാസ് എടുക്കുന്ന ആവേശത്തിലേ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ? എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് ഒരു യൂണിറ്റ് സെല്ലിലൂടെ ഒരു ഒക്ടാഹീഡ്രൽ വോയിഡും ടെട്രാഹീഡ്രൽ വോയിഡും കണ്ടുപിടിക്കാന്നുള്ളതും അതോടൊപ്പം തന്നെ എങ്ങനെ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാന്നുള്ളതും വ്യക്തമായില്ലേ? അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.